നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ മുത്തി അമ്പലത്തെക്കുറിച്ചാണ്. ഞാനിപ്പോൾ വെളയൻ ചാത്തന്നൂർ മുത്തി അമ്പലത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വീഡിയോ കാണുന്നതുകൊണ്ട് ഉപകാരപ്പെടുമെന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. കാരണം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും സർപ്പദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്പലത്തിൽ ഇതൊരു നാഗക്ഷേത്രമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. കൂടാതെ വീട്ടു പരിസരത്തിൽ നാഗങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ പരിസരത്ത് പോലും എവിടെയും നിങ്ങൾക്ക് നാഗങ്ങളെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു മുത്തി അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. കൂടാതെ എൻ്റെ അച്ഛന് നേരിട്ടുള്ള ഒരു അനുഭവം കൂടി ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ നിങ്ങളോട് പറയാനുണ്ട്. അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് എൻ്റെ അമ്മ പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് ചെല്ലുന്നത്. ഇതൊരു തറവാട് അമ്പലമാണ്. കുറേ വീടുകൾക്ക് നടുവിലാണ് ഈ അമ്പലം ഉള്ളത്. തറവാട് അമ്പലമാണെങ്കിലും എല്ലാ വിശ്വാസികൾക്കും ഇവിടെ ചെന്ന് തൊഴാൻ അനുവാദവുമുണ്ട്. പക്ഷേ നേർച്ചയും വഴിപാടുകളൊന്നും ഈ അമ്പലത്തിലില്ല. പൊതുവായിട്ടുള്ള പൂജാകർമ്മങ്ങൾ മാത്രമേ ഇവിടെ നടത്തുന്നുള്ളൂ. ദൈവത്തിൻ്റെ വീഡിയോ എടുക്കുന്നത് അലൗഡ് അല്ലാത്തതുകൊണ്ട് ക്ഷേത്ര പരിസരം മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി വിശേഷങ്ങൾ നേരിട്ട് കുടുംബ അംഗങ്ങളോട് തന്നെ ചോദിച്ചറിയാം. കുടുംബാംഗങ്ങളായ ജയമണിയും ബാലനുമാണ് ഐതിഹ്യങ്ങൾ പങ്കുവെക്കുന്നത്. പറയാം അമ്മ, ഇതിൻ്റെ ഐതിഹ്യങ്ങളെ കുറിച്ചൊന്ന് പറയാം. 138 മുത്തിയാണ്. മുത്തിയമ്മ ഇവിടെ പത്തായപ്പരയിൽ ഉണ്ടാകുമ്പോൾ ഒരു പാമ്പ് വന്ന് പിന്നെ ഓവിൽ വെള്ളം പോണ ഓവിൽ കിടന്നു. മുത്തിയമ്മ മീൻ കൂട്ടാൻ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് പാമ്പ് വന്ന് അതിൻ്റെ മുള്ളുണ്ട പെട്ടു. മുള്ളു പെട്ടപ്പോൾ പാമ്പ് വന്നിട്ട് മുള്ളു എടുക്കാൻ വേണ്ടി മുത്തിയമ്മയുടെ അടുത്ത് വെറുതെ വന്നപ്പോൾ മുത്തിയമ്മയ്ക്ക് അറിയാതപ്പോൾ പിന്നെ വെറുതെ വന്നിട്ടുണ്ടാകും. നാക്ക് നീട്ടിട്ട് വന്നപ്പോൾ പിന്നെ മുത്തിയമ്മ പട്ട എടുത്തിട്ട് നാക്കിന്ന് മുള്ളെടുത്ത് കൊടുത്തപ്പോൾ പാമ്പ് അങ്ങനെ പോയി. പിന്നെ 10 ദിവസം കഴിഞ്ഞത് കുട്ടിക്ക് സമ്മാനം കൊണ്ടുവന്നു, മാണിക്യം കൊണ്ടുവന്നു. പാമ്പ് മാണിക്യം കൊണ്ട് കൊടുത്തപ്പോൾ എനിക്ക് ഇത് വേണ്ട, എനിക്ക് എൻ്റെ മക്ക തലമറിക്ക് കടിവശവും കൊടിവശവും ഇല്ലാണ്ടിരിക്കണം പറഞ്ഞിട്ട് വരം വാങ്ങിയിരുന്നതാണ് മുത്തിയമ്മ. ഇത് എത്ര വർഷം മുമ്പ് നടന്ന സംഭവം? ഇതൊക്കെ 10-5 വർഷം ഉണ്ടാകും തോന്നും. എത്ര തലമുറയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്? തലമുറ പറഞ്ഞാൽ ഞമ്മപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ 45 വർഷമായി. അതിന് മുമ്പ് ഞങ്ങളുടെ മുത്തച്ഛനായിട്ട് ഇവരാണ് നോക്കി വരുന്നത്. ശരിക്കും ഇത് നമുക്ക് പുറമെയുള്ള ആൾക്കാരൊന്നും എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്? എല്ലാവരും വരുന്നുണ്ട്. വെള്ളിനാട്ടിൽ നിന്ന് അടക്കം വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും അവിടെ നല്ല ആൾക്കാരും വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏത് ദിവസം തിരക്ക്? വെള്ളി, ഞായർ, ചൊവ്വ. ഈ വരുന്ന 23-ാം തീയതി പ്രതിഷ്ഠ ദിനം. അന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തിരക്ക് വന്നാൽ കുംഭാഭിഷേകം കഴിക്കും. അന്ന് അന്നദാനം കൊടുക്കുന്നുണ്ട്. അന്നദാനം കൊടുക്കുന്നുണ്ട്. പിന്നെ വർഷത്തിൽ ധനുമാസം കൂട്ടക്കളം പാട്ട് പറയും. അവിടെയാണ് പാട്ട്. ഇവിടെ തിരക്ക് വരുന്നതല്ലേ. ഓക്കെ, ഇവിടെ ഇതിനുള്ള പ്രസാദമായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ശരിക്കും പൂജയ്ക്കായിട്ട് കൊടുക്കുന്നത് പഴം, പാല്, തേങ്ങ എന്ത് വേണം കൊടുക്കാം. പിന്നെ നമുക്ക് പൂജ കഴിച്ചിട്ട് ഇവിടുന്ന് മുത്തി വന്നാൽ നമുക്ക് തിരിച്ചു തരുന്നത് ഭസ്മമാണ് ഇവിടുത്തെ. പിന്നെ പ്രസാദം വെച്ച് ഒരു വെള്ളമായിട്ട് എന്തോ തരില്ല, കൊള്ളിവെള്ളം. അത് നമ്മൾ വീടിന്റെ പരിസരത്ത് നാഗങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തെളിച്ചു കഴിഞ്ഞ് പിന്നെ പാമ്പ് പരിസരത്ത് വരില്ല. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു സംഭവം നടന്നിട്ട് ഇവിടെ ഒന്ന് പൂജിച്ചതിന് ശേഷം അങ്ങനെ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇവരുടെ വിശേഷങ്ങൾ. അമ്മൻ്റെ പേരെന്താണ്? ജയമണി. എന്ത് വിശ്വാസത്തിൽ പുറത്ത് വന്നു? പാടത്ത് പണിക്കൊക്കെ പോണതാണ്. അത് വെളിയിലൊക്കെ പോയി കാണുമ്പോ നമുക്ക് പേടിയല്ലേ. പാമ്പിനെ കണ്ട് പേടിയാന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറുന്നുള്ള. തോട്ടുപോലല്ലേ ആദ്യമായിട്ട് വരുന്നതാണ്? അല്ല, ഞങ്ങൾ വന്നിട്ടുണ്ട്. 2-3 കൊല്ലമായിട്ട് ഇനിയിപ്പോ പ്രതിഷ്ഠ ദിനം വരുന്നില്ല, തിങ്കളാഴ്ച ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ അന്നദാനമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൂടെ അന്വേഷിച്ചിട്ട് അമ്മ തിരിച്ചു പോവുക. ശരിയാണ്. ശരി. ഇവിടെ പൂജ കഴിക്കുമ്പോഴേ നാഗദൈവത്തിന്റെ മേളിൽ നമ്മൾ പൂജ കഴിക്കില്ല, പാലും എന്തൊക്കെ വെച്ചിട്ടാണ്? പാലൊഴിക്കും, പിന്നെ ഇളനീര് വെച്ചിട്ട് ഒഴിക്കുന്നു. ഇളനീരും പാലൊക്കെ ഒഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് നിവേദ്യം വെച്ച് പൂജ കഴിക്കും. ഇപ്പൊ രാവിലെ വൈകിട്ടും ഉണ്ട് പൂജ? അതാ ഇല്ല, വൈകിട്ട് തീരുമാനം. ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. ഉച്ചയോടെ പരിപാടി കഴിഞ്ഞു. ഉച്ചയ്ക്ക് പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ ഒരു 9 മണിക്ക്
ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് പൂജ കഴിയുമ്പോൾ സമയമാവും 10-12 ആവും തോന്നുന്നു അല്ലേ? 13 ഉച്ചയാവും, 12 മണിയൊക്കെ ആവും. 12 മണിയാവും. അതിൽ നാളുടെ ആയിരം നാളിൽ പൂജ ഉണ്ടാവും. പിന്നെ മകരമാസത്തില് മകര നാളില് പ്രതിഷ്ഠാദിനം മുത്തിന്റെ പിറന്നാളായിട്ട് എല്ലാ വർഷവും ആയിട്ടുണ്ട്. എല്ലാ വർഷവും മകര നാളിന് ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. പിറന്നാൾ മുത്തിന്റെ പിറന്നാളായിട്ട് അന്നദാനമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അന്നദാനം കൊടുക്കും. ആ പരിപാടിയൊക്കെ ഞങ്ങൾ ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പരീക്ഷ ഇത് നോക്കിയിട്ട്. അല്ല, അപ്പോൾ വാമൻ തല്ലിയില്ല അച്ഛൻ? അച്ഛൻ ഒരു തല്ലു കൊടുത്തു. അത് കൊണ്ടു കൊണ്ടപ്പോ ഇങ്ങനെ പട കൊടുത്തു. പട കൊടുത്ത ദിവസം അച്ഛനെ പേടിച്ചു. തലയിൽ കഴുത്തിൽ കൊണ്ടു. കഴുത്തിലല്ല, ഇടയില്ല, തല്ലിയത്. ഇടയിൽ തല്ലിയപ്പോഴല്ലേ പട കൊടുത്തു. ഈ തല്ലി പട കൊടുത്തു. പട കൊടുത്തത് നേരെ കല്ലിപ്പോട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. കല്ലിപ്പോട്ടിൻ്റെ ഉള്ളിലേക്ക് പോയതാണെന്ന് അറിയില്ല. അച്ഛൻ പിന്നെ പേടിച്ച് പള്ളി മുട്ടിയപ്പോൾ ആൾക്കാരെ കുടിക്കുന്നതിനോട് കാണാനില്ല. പിന്നെ മുത്തിനോട് പോവുക പറഞ്ഞു. പിന്നെ അച്ഛൻ കട തുറക്കാനും വലിയ പേടിച്ചിട്ട് 2-3 ദിവസം ഇതിനുള്ളിൽ വന്നേ ഇല്ല. നിങ്ങൾ വന്നില്ല പേടി മാറ്റാൻ വേണ്ടിയിട്ട്? പിന്നെ ഞാനും അച്ഛനും കൂടി മുത്തിനടക്ക് അല്ല, സോഡ പണി പിന്നെ വീണ്ടും തുറക്കാൻ വേണ്ടിയിട്ട് അച്ഛന് പേടി മാറ്റാൻ നിങ്ങൾ കൂടെ വന്നില്ല? അച്ഛനും കൂടെ വന്നു, അച്ഛനും ഞാനും കൂടി വന്നു. പിന്നെ പടി തുറക്കില്ല വന്നു. പിന്നെ പടി അങ്ങനെ തുറന്നു. പിന്നെ ഞാൻ തന്നെ വന്ന് വാതിലൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഇരുന്ന് മണം വന്നു. അതായത് നേർച്ച ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞു? നേർച്ച ചെയ്ത് 2 ദിവസം. അല്ല, ആ വെള്ളം തെളിക്കാനാണ് വന്നത് തോന്നുന്നു. അവിടെ മുത്തിയമ്മനോട് പോയി വെള്ളം പ്രസാദം വെള്ളം കൊണ്ടുവന്ന് നിങ്ങൾ അതിന്റെ ചുറ്റും തെളിക്കുകയും പറഞ്ഞു. അതിന്റെ ചുറ്റും തെളിച്ച് ഭസ്മൊക്കെ ഇടുകയും പറഞ്ഞിട്ട് തുറക്കാൻ വേണ്ടി വന്നതാണ്. തുറക്കാൻ വേണ്ടി തെളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു മണം വന്നു. 2 ദിവസം കട തുറക്കാൻ വന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഒരു മണം വരുന്നു. ഇപ്പൊ കർണാടക ഇവിടെ വണ്ടി നിർത്തുന്നുണ്ട്. അപ്പൊ ഓട്ടോ കർണാടക ജീപ്പ് നിർത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് കർണാടക ഇന്നമാതിരി എന്തോ ഒരു മണം. അച്ഛൻ പഠിക്കാൻ തന്നെ നിന്നു. അച്ഛൻ വന്നില്ല. പിന്നെ ഞാൻ വന്ന് വാതിൽ തുറന്നു. എന്താ മണം വരുന്നത് പറഞ്ഞിട്ട് നോക്കുമ്പോൾ വാതിൽ തുറന്ന് നോക്കും. ശരി, ഒരു മണം വരുന്നുണ്ട് പറഞ്ഞപ്പോൾ തിരി വാല് കണ്ടു. വാല് കണ്ടപ്പോൾ പിന്നെ അക്കുസിന്റെ ഫൗണ്ടേഷത്തിനൊക്കെ കുത്തി പൊളിച്ച് അങ്ങനെ വലിച്ചു നോക്കുമ്പോൾ തുറന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചത്തു. മുറുക്കമാമ്പ് ചത്തു. പിന്നെ അതിനെ കൊണ്ട് കുഴിച്ചത്തു. അങ്ങനെ വർഷമല്ല, നമ്മളിങ്ങനെ ഇടയ്ക്ക് പോകും. മുത്തിയെ ഒന്നും കാണാണ്ടിരിക്കട്ടെ, മിന്നും തുണയെ കാത്തുരക്ഷിക്കണം, കാണാണ്ടിരിക്കട്ടെ പറഞ്ഞ് വല്ലപ്പോഴും 2 കൊല്ലം കൂടുമ്പോഴോ അങ്ങനെ. പിന്നെ അമ്മൻ്റെ തറവാട് അവിടെയാണ്. മുത്തപ്പൻ ഞാൻ പറഞ്ഞ പോലെ മുത്തപ്പൻ നായി കടിച്ചാൽ നിങ്ങളിലൊക്കെ നായ എന്തെങ്കിലും പകരം അയ്യോ മുത്തിയെ കൊള്ളിവെള്ളം പറഞ്ഞ് മുത്തപ്പൻ ഒഴിക്കും. അങ്ങനെയൊക്കെ മുത്തിൻ്റെ കൊള്ളിവെള്ളം പറഞ്ഞ അല്ല, അടുപ്പിലെ ഇതില്ലേ ചാരവും കല്ലും അതിൽ കൊണ്ടുപോയി വെള്ളം ഒഴിക്കും. ആ കൊള്ളിവെള്ളം ഒഴിക്കും. നായും പൂച്ചയൊക്കെ നിങ്ങളെ മാന്തിയപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു, ഒന്നും വരില്ല എൻ്റെ മക്കളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുത്തപ്പൻ അമ്മയൊക്കെ പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ഇതും കണ്ടപ്പോൾ പിന്നെ 2-3 കൊല്ലമെങ്കിലും കൂടുമ്പോൾ ഒന്ന് പോയി തൊഴുതിട്ട് വരിക പറഞ്ഞിട്ട് അങ്ങനെ പോയി. അങ്ങനെ വലിയ വിശ്വാസമായി മുത്തിയമ്മൻ്റെ അവിടെ അല്ലേ? നേരിട്ടുള്ള അനുഭവം. നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ ഫാമിലിയിൽ ബന്ധപ്പെട്ട ആർക്കെങ്കിലും നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സർപ്പദോഷമോ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാലക്കാട് ജില്ലയിൽ ഈ വളയം ചാത്തന്നൂരാണ് ഈ അമ്പലം ഉള്ളത്. ഈ വളയം ചാത്തന്നൂരിൽ മുത്തിയമ്മൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആ ദോഷങ്ങളെല്ലാം മാറി കിട്ടുന്നതായിരിക്കും. സർപ്പദോഷങ്ങളെല്ലാം മാറി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.